നമസ്കാരം. ടീസ് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. NIOS +2-ൻ്റെയും 10ാം ക്ലാസ്സുകാരുടെയും എല്ലാം എക്സാം ഈ വർഷത്തെ 2022 ഏപ്രിൽ മാസം എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ധൃതിപ്പെട്ടുള്ള പഠനത്തിലാണെന്നറിയാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരികയാണ്. അതുപോലെ ഹിസ്റ്ററിയിൽ ഇന്ന് 10 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ മാപ്പ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വരും ദിവസങ്ങളിൽ പറഞ്ഞു തരാം. 100 മാർക്കിനാണ് നിങ്ങളുടെ ഹിസ്റ്ററി എക്സാം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 മാർക്ക്, അതിൽ 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 4 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ്, അതുപോലെ 10 മാർക്കിനുള്ള 4 ക്വസ്റ്റ്യൻസ്. പിന്നെന്താണ്, മാപ്പ് 10 മാർക്കിന്. ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെറ്റ് സെലക്ട് ചെയ്ത് എഴുതാനുള്ള ഓപ്ഷണൽ മൊഡ്യൂൾ നിങ്ങൾക്ക് 14 മാർക്കിനാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 2:30 മുതൽ 5:30 വരെയാണ് എക്സാമിൻ്റെ ടൈം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് പഠിക്കാനുള്ള മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ സുൽത്താൻ ബാൽബൻ ടു സ്ട്രെങ്തൻ ഹിസ് കിങ്ഡം. അതായത് സുൽത്താനേറ്റ് പീരീഡിലെ രാജാവായ ബാൽബൻ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വിശാലമാക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികൾ, അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. അത് ഏത് മൊഡ്യൂളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2ാമത്തെ മൊഡ്യൂളിൽ ചാപ്റ്റർ 9 2ാമത്തെ മൊഡ്യൂൾ മിഡീവൽ ഇന്ത്യയാണ്. അതിൽ ചാപ്റ്റർ 9 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ 9ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. 2ാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ മാൻസബ്ദാരി സിസ്റ്റം ഓഫ് ദ മുഗൾസ്. മുഗൾ സാമ്രാജ്യത്തിലെ മാൻസബ്ദാരി, ആ കാലഘട്ടത്തിലെ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് എഴുതാനാണ്. അത് മൊഡ്യൂൾ 2 ചാപ്റ്റർ 10 ആണ്. 10ാമത്തെ ചാപ്റ്ററിലാണുള്ളത്. 2ാമത്തെ മൊഡ്യൂളിൽ 10ാമത്തെ ചാപ്റ്റർ നോക്കിയാൽ മതി, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ആൻസർ കൂടി പറഞ്ഞു തന്നു പോകണമെന്നുണ്ട്, പക്ഷേ എന്താണ്, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരിക. അതുപോലെ സോഷ്യോളജി, പൊളിറ്റിക്സ്, അതിൻ്റെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു തരണമെന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, പ്രധാന ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. 3ാമത്തേത്, ഡെസ്ക്രൈബ് ദ ബ്രഹ്മ സമാജ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്. സാമൂഹികവും മതപരവുമായ രംഗത്ത് ആ ബ്രഹ്മസമാജം വഹിച്ച പങ്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കാനാണ്, അതിൻ്റെ പരിഷ്കാരങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് മൊഡ്യൂൾ 3 ചാപ്റ്റർ 18 ആണ്. 18ാമത്തെ ചാപ്റ്റർ മൊഡ്യൂൾ 3 നോക്കിയാൽ മതി, അത് കിട്ടും. 4ാമത്തേത്, ഡിസ്കസ് ദ മെയിൻ കോസസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതാൻ. അത് മൊഡ്യൂൾ 3 മോഡേൺ ഇന്ത്യ. അതിലാണ് മൊഡ്യൂൾ 3 ചാപ്റ്റർ 16 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857 എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. 16ാമത്തെ ചാപ്റ്ററിലുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് അശോകാസ് ധമ്മ. അശോകൻ്റെ ധമ്മ, അതിനെക്കുറിച്ച് എഴുതാനാണ്. ധമ്മയെക്കുറിച്ച് എഴുതാനാണ്, ധർമ്മ, അതിനെക്കുറിച്ച് എഴുതാനാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 1 ചാപ്റ്റർ 5, അതിൽ നോക്കിയാൽ കിട്ടും. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സാമിൻ ദ റോൾ ഓഫ് സമുദ്രഗുപ്ത ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ഗുപ്ത എംപയർ. അതായത് ഗുപ്ത സാമ്രാജ്യത്തിലെ സമുദ്രഗുപ്തൻ്റെ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമുദ്രഗുപ്തൻ്റെ റോളിനെക്കുറിച്ച് എഴുതാനാണ്. നിങ്ങൾ ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സാമൂഹികമായ സ്ഥിതികളെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. സമുദ്രഗുപ്തനെക്കുറിച്ച് അല്ലാതെ തന്നെ എന്താണ്, ഗുപ്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് സമുദ്രഗുപ്തനെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗുപ്ത എംപയർ എന്നുള്ളത്. അത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 7 ആണ്. ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച് വരുന്നത് ചാപ്റ്റർ 7 അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സുൽത്താനേറ്റ് പീരീഡ് ബാൽബൻ ചക്രവർത്തിയുടെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത് എങ്കിലും അദ്ദേഹത്തിൻ്റെ മാത്രമല്ല സുൽത്താനേറ്റ് പീരീഡിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മുഗൾസ്
ഔറംഗസീബിനെക്കുറിച്ചും അങ്ങനെ മുഗളന്മാരെക്കുറിച്ച് കഴിയുന്നിടത്തോളം ഒന്ന് വായിച്ച് വയ്ക്കുക. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയാലും എഴുതാൻ തയ്യാറായിട്ടിരിക്കുക. അതുപോലെ ബ്രഹ്മസമാജത്തെക്കുറിച്ച് അതുപോലെ ആര്യസമാജത്തെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ 15 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എഴുതാൻ 2 ഓപ്ഷനായിട്ടാണ്, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് എഴുതാനുള്ള ഒരു രീതിയുണ്ട്. അതുകൊണ്ട് 15 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലുമൊക്കെ 4 ക്വസ്റ്റ്യൻ അല്ലേ, 10 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസ് പഠിച്ചു വയ്ക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സത്യാഗ്രഹ മൂവ്മെൻറ്റ് ലെഡ് ബൈ ഗാന്ധിജി ആഫ്റ്റർ 1917. 1917 ശേഷം ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹ പ്രസ്ഥാനം അല്ലെ, സത്യാഗ്രഹ മൂവ്മെൻറ്റ്, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിജിയും നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ഏതും ക്വസ്റ്റ്യൻ വേണോ നമുക്ക് ഈ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 4-ലാണുള്ളത്. അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് കണ്ടംപററി ഇന്ത്യ എന്നുള്ള, അതായത് ചാപ്റ്റർ 20 ചാപ്റ്റർ 20 മൊഡ്യൂൾ 4 അതിലുണ്ടാവും 7ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തേത് ദ സെക്കൻഡ് വേൾഡ് വാർ ആക്സിലറേറ്റഡ് ദ പ്രോസസ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ദ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡ്യൂറിങ് 1939 to 1945. അതായത് രണ്ടാം ലോകമഹായുദ്ധം അല്ലേ, രണ്ടാം ലോകമഹായുദ്ധം നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്, നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് വേൾഡ് വാർ അതിനുള്ള വേഗത കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. ആ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ 1939 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിലെ ആ സമയത്തുള്ള പ്രോഗ്രസ്സിനെ കുറിച്ചൊക്കെ, നമ്മുടെ കാഴ്ചപ്പാട് ആ പ്രോഗ്രസ്സിനെ കുറിച്ചൊക്കെ എഴുതാനായിട്ടാണ്. അത് മൊഡ്യൂൾ 4 തന്നെയാണ്, ചാപ്റ്റർ 21 ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉള്ളത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനെ കുറിച്ചുള്ളത്. 9ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗുപ്ത സാമ്രാജ്യത്തിലെ ഭരണത്തെക്കുറിച്ച് എഴുതാൻ ചോദിക്കാം. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചർ അതിനെക്കുറിച്ച് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഏത് ചോദിച്ചാലും ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിങ്ങൾ എഴുതാനുള്ളത്. 9ാമത്തേത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 7 ചാപ്റ്റർ 7 മൊഡ്യൂൾ 1 നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗീവ് റീസൺസ് ഫോർ ദ സ്പ്രെഡ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ ഡ്യൂറിങ് ദ മൗര്യൻ പീരീഡ്. ഗുപ്ത കാലഘട്ടത്തെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൗര്യ പീരീഡ്, മൗര്യ കാലഘട്ടത്തെക്കുറിച്ച് എഴുതാൻ. അപ്പോൾ ആ കാലഘട്ടത്തിലെ മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ച് എഴുതാനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ മൗര്യ കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാലും എഴുതാൻ തയ്യാറായിരിക്കുക. അത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 6 ചാപ്റ്റർ 6-ലാണുള്ളത്, മൊഡ്യൂൾ 1. 11ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് ദ ലാൻഡ് ഗ്രാൻഡ്സ് ഓൺ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി. പഴയ കാലത്തെ പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിൽ ലാൻഡ് ഗ്രാൻഡ്സിനെ കുറിച്ച്, അതിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊക്കെ എഴുതാനായിട്ടാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. അത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 8 ചാപ്റ്റർ 8-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. 12ാമത്തേത് ഹൗ ഡിഡ് ദ 5-year പ്ലാൻസ് കോൺട്രിബ്യൂട്ട് ടു ദി സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി. നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ എങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതികൾ, 5-year പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ നൽകിയ സംഭാവനയെക്കുറിച്ച് എഴുതാനാണ്. അത് മൊഡ്യൂൾ 5-ലുണ്ടാവും. 13ാമത്തേത് വൈ ഡിഡ് ഗാന്ധിജി ലോഞ്ച് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇവാലുവേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മൂവ്മെൻറ്റ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നതിനുള്ള കാരണം എന്താണെന്നും അതുപോലെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ എഴുതാനായിട്ടാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 4-ലാണത്, ചാപ്റ്റർ 21. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ ഡിഫറെൻറ്റ് തിയറീസ് പുട്ട് ഫോർവേഡ് ടു എക്സ്പ്ലെയിൻ ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിന് മാത്രമല്ല 4 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നന്നായിട്ട് വായിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധപതനത്തെക്കുറിച്ച്, ഇവിടെ ഡിക്ലൈനെ കുറിച്ച് എഴുതാനാണ്. അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ആ കാലഘട്ടത്തെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ച് എഴുതാനായിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ഇത്. മൊഡ്യൂൾ 1 ചാപ്റ്റർ 3 ചാപ്റ്റർ 3 നോക്കിയാൽ മതി, ഹാരപ്പൻ കൾച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും.
15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് വിജയനഗര എംപയർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ, ഇപ്പോൾ വിജയനഗര സാമ്രാജ്യം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ സ്ട്രക്ചറിനെ കുറിച്ച്, ഘടനയെക്കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് 10 മാർക്കിന് മുൻവർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും ശേഖരിച്ചവയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 15 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യനെ എഴുതേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇത്രയും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കിട്ടും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കിട്ടും അല്ലേ. അപ്പോൾ ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 ചാപ്റ്റർ 11 നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2 മാർക്കിൻ്റെയും അതുപോലെ 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ്, മാപ്പ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓരോ വീഡിയോയിലും ഞാൻ പറയണേ, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായി പഠിക്കാൻ കഴിയട്ടെ. താങ്ക്